രാജേഷ് ഈ കേരളത്തിലെത്തി ഇത്തരത്തിലൊരു കൊലപാതകം നടത്തി മടങ്ങിപ്പോയി എന്നുള്ളതാണ് CBI ഇപ്പോൾ നേരറിയാൻ CBI ഒടുവിൽ 18 വർഷം പഴക്കമുള്ള കേസിന് തുമ്പ് കണ്ടെത്തിയിരിക്കുന്നു. രഞ്ജിനിയും 2 കുട്ടികളെയും കഴുത്തറുത്ത് കൊന്ന പ്രതികൾ ദിപിൽ കുമാറും രാജേഷും മുൻ സൈനികരായിരുന്നു. പട്ടാളത്തിൽ നിന്ന് അവധിയെടുത്ത് വന്നിട്ടാണ് 2 പേരെയും കൊലപ്പെടുത്തിയത്. മരണപ്പെട്ട യുവതി ദിപിൽ കുമാറിൽ നിന്ന് ഗർഭിണിയാവുകയായിരുന്നു. അഞ്ചൽ സ്വദേശികളാണ്. വിവാഹം കഴിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ദിപിൽ കുമാറിന് വേണ്ടി രാജേഷ് വന്ന് കൊലപ്പെടുത്തി തിരിച്ചു പോവുകയായിരുന്നു. അതേ ദിവസം തന്നെ ദിപിൽ കുമാർ പത്താൻകോട്ടെ സൈനിക ക്യാമ്പിൽ തിരിച്ചെത്തിയിരുന്നു. ദിപിൽ കുമാർ അല്ല കൊല നടത്തിയത് എന്ന് തെളിയിക്കാൻ വേണ്ടിയായിരുന്നു അതേ ദിവസം തിരിച്ചെത്തിയത്. എന്നാൽ ആ ദിവസം തന്നെ രാജേഷ് കൊല നടത്തി തിരിച്ചു പോവുകയായിരുന്നു ദിപിൽ കുമാറിന് വേണ്ടി. പിടിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ മറ്റൊരു ഐഡന്റിറ്റിയിൽ പോണ്ടിച്ചേരിയിൽ ജീവിക്കുകയായിരുന്നു. എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അവർ ജീവിച്ചത്.